എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 5ാമത്തെ ദിവസം. ഇതുവരെയുള്ള ആക്ടിവിറ്റികൾ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ വളരാൻ കഠിനമായി ശ്രമിക്കുമ്പോഴും മറ്റുള്ളവരെക്കാൾ പിന്നിലാണ് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇന്നത്തെ ദിവസം അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഡേ 5, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ നിൽക്കാതെ നിന്റെ വഴിയിൽ നീ നടക്കുക. ഓരോ ആളിൻ്റെയും യാത്ര വ്യത്യസ്തമാണ്. മറ്റുള്ളവർ എവിടെ എത്തിയെന്ന് നോക്കി നിന്നാൽ നിനക്ക് പോവേണ്ട ലക്ഷ്യത്തേക്കുള്ള വഴി മറന്നുപോകും. മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നീ വിഷമിക്കരുത്. അത് നിനക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമാകട്ടെ. നിന്റെ സാഹചര്യം, അവസ്ഥ, സമയം അതെല്ലാം വ്യത്യസ്തമാണ്. അതിനാൽ നീ നിന്റെ വഴിയിൽ തന്നെ നടക്കണം. പാകമാകാൻ സമയമെടുക്കുന്ന ഒന്നാണ് വളർച്ച. അതിൻ്റെ പാടവം ഒരാളെ കൊണ്ട് മറ്റൊരാളെ അളക്കുന്നതല്ല. എപ്പോഴും ഓർക്കുക, കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ്. താരതമ്യം ചെയ്യുന്നത് സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. ഇനി നമുക്ക് ടാസ്കുകൾ നോക്കാം. ടാസ്ക് 1, അഫർമേഷൻ. ഞാൻ ശരിയായ വഴിയിലൂടെ വിജയത്തിലേക്ക് നീങ്ങുന്നു. ഞാൻ ശരിയായ വഴിയിലൂടെ വിജയത്തിലേക്ക് നീങ്ങുന്നു. ഇനി ടാസ്ക് 2 നോക്കാം. ഇതുവരെ നീ കൈവരിച്ച ഒരു അച്ചീവ്മെൻറ്റ് എഴുതുക. അതായത് നിങ്ങൾ കൈവരിച്ചൊരു നേട്ടം എഴുതുക. ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസത്തെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റി. ഇപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ പുസ്തകം വായന തുടങ്ങുക, അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് വാക്ക് തുടങ്ങുക. എന്താണ് നിങ്ങൾ പുതിയൊരു നേട്ടം കൈവരിച്ചു എന്നുള്ളത് എഴുതുക. ഇനി 2, നമ്മൾ കമ്പാരിസനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും കാലത്തിനായിട്ട് നമ്മൾ ആരുമായിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്തു എന്നുള്ളത് എഴുതുക. ആ കമ്പാരിസൺ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് എഴുതുക. ഇനി അത് മാറ്റാൻ നിങ്ങളെടുക്കുന്ന ആദ്യ ചുവട് എന്ത് എന്നുള്ളത് എഴുതുക. ഇതെല്ലാം എഴുതിയാൽ മാത്രം പോരാ. ഇത് അടുത്ത ദിവസം മുതൽ നമ്മൾ പാലിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരിക. ഓക്കെ. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് നമ്മുടെ വഴി തെറ്റിപ്പോകും. അതിനാൽ നീ പോകേണ്ട വഴി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ ആത്മവിശ്വാസത്തോടെ നീങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.